ഛത്തീസ്ഗഡിലെ ദുർഗിലുണ്ടായ ആ പ്രശ്നം നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുകയും കാണുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ ആ കന്യാസ്ത്രീകളെക്കുറിച്ചല്ല ഞാനതിനകത്ത് പറയാൻ വരുന്നത്. അതിലുൾപ്പെട്ട പെൺകുട്ടികളെക്കുറിച്ചാണ്. അതിൽ കമലേശ്വരി പ്രധാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി അത് വളരെ കണ്ണീരോടുകൂടി എൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ വളരെ സങ്കടം വന്നു കേട്ടോ. കന്യാസ്ത്രീകൾ 9 ദിവസം അവർ ഒരു കാര്യവുമില്ലാതെ ജയിലിൽ കിടന്നു, അത് വേറെ കാര്യം. അത് അത് അവർ അതങ്ങ് സഹിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് അയാളുടെ ഈ കരണത്ത് പല പ്രാവശ്യം അടിക്കുകയും ചെയ്തു. ഈ ജ്യോതി ശർമ്മ ബജ്രംഗ് ദളിൻ്റെ വളരെ വലിയ നേതാവാണ്. എന്നിട്ട് ഈ കന്യാസ്ത്രീകളെ പിടിച്ചു തള്ളുന്നു, അവരെ ആ ബാഗ് പരിശോധിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഈ സ്ത്രീ. അപ്പോൾ ഇതിൽ ഈ പെൺകുട്ടികളെ ഒരുപാട് ഹരാസ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്ന വിവരങ്ങൾ. അപ്പോൾ അവരേതാറത്തെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഏതാണ്ട് 5 വർഷത്തോളമായിട്ട് അവർ ക്രിസ്ത്യൻ വിശ്വാസിയാണ് എന്ന് ഈ കമലേശ്വരി പ്രധാൻ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ, അതായത് ബുദ്ധിയ പ്രധാൻ, അവർ പറയുന്നുണ്ട്. കമലേശ്വരി പ്രധാൻ പറഞ്ഞ ഒരു വിവരം എന്ന് പറയുന്നത് അവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നുമുള്ളത് മാത്രമല്ല, അവർക്ക് ഈ പോലീസുകാരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു എഴുതി കൊടുക്കാൻ പറഞ്ഞു, അതായത് ഇവരെ നിർബന്ധിച്ച് കൊണ്ടുപോയാണെന്നും ഒക്കെ. അങ്ങനെയൊന്നുമല്ല, ആ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ആഗ്രയിലൊക്കെ ജോലിക്ക് പോകാറുണ്ട്. ബുദ്ധിയ പ്രധാൻ പറയുന്നത് ഇവിടെ നിവർത്തിയില്ല, 5 ലക്ഷം രൂപ വീട് പണിയാനായിട്ട് വായ്പ എടുത്തു, അത് അടയ്ക്കണം, ഒരു മാർഗവും ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഈ കുട്ടിയെ ജോലിക്ക് പറഞ്ഞയച്ചാൽ അവിടുന്ന് ശമ്പളം കിട്ടും, അത് മാസം തോറും അടയ്ക്കാമല്ലോ എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞയച്ചത്. അങ്ങനെ ജോലിക്ക് ജീവസന്ധാരണത്തിന് വേണ്ടി ജോലിക്ക് പോകാൻ അവിടുന്ന് ആളുകൾക്ക് സമ്മതമില്ല എന്ന് പറയുന്നത് എന്ത് മോശമായ കാര്യമാണെന്ന് ആലോചിക്കും. ഇനി ഇതുപോലെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണെന്നും ആഗ്രഹിപ്പം വന്നതല്ലെന്നും മതപരിവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകണം, ഇതൊക്കെ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് എഴുതി കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ പറഞ്ഞത്? കൂട്ടബലാത്സംഗം ചെയ്യുന്നു. ഇത് ഈ ജ്യോതി ശർമ്മയ്ക്കെതിരെയുള്ള ആരോപണമാണ്. കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു ഒരു സ്ത്രീയാണിത് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതെന്തോ ഈ ബജ്രംഗദളി ഇവരെ എന്തുവാ ഇത്? മനുഷ്യസ്ത്രീയാണോ അത്? മനുഷ്യസ്ത്രീ അല്ലെന്ന് കണ്ടറിയാമല്ലോ. ഒരു പുരുഷൻ്റെ കരണത്ത് ഒരു കാര്യവും ഇല്ലാതെ അയാൾ അനങ്ങാതെ നിൽക്കുന്നു, അയാളെ കരണത്ത് അടിക്കുന്നു, അത് കഴിഞ്ഞ് അയാളെ കഴുത്ത് പിടിച്ച് ഞെക്കി നിർത്തുന്നു. അയാൾ വളരെ ഒരു എളിഭ്യനായ ഒരു ചിരിയോടുകൂടി അയാൾ നിൽക്കുകയാണ്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പെണ്ണല്ലേ, തിരിച്ച് ദേഹത്ത് തൊട്ടുപോയാൽ തീർന്നു, ഇടപാട് തീർന്നു. അപ്പോൾ കത്തിക്കത്തില്ലേ? ആ രീതിയല്ലേ ഇത്? പറയുമ്പോൾ ഒരുപാട് പേർക്ക് പൊള്ളും. ഞാൻ ഈ മതം മാറ്റമൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. ഒരു മതം അവർക്ക് ഇഷ്ടമുള്ള മതത്തെ അവർ വിശ്വസിക്കണം, ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ മതം വേണം, ഇല്ലെങ്കിൽ വേണ്ട. അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ്, ഇച്ഛയാണ്. ഇനി അത് നിർബന്ധിച്ച് അങ്ങനെ മതം മാറ്റാൻ പോയി, അതിങ്ങനെ കൊടുത്തു, ഇങ്ങനെ പോയി ഡിസീവ് ചെയ്തു, ചതിച്ചു, അല്ലെങ്കിൽ പണം കാണിച്ചു, ഈ രീതിയിലൊക്കെ പറയുകയാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താലും അത് തെറ്റാണ്. അത് ശരിയാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് അതായത് അത് ഹിന്ദു മതത്തിൽ നിന്നുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് പോയി ക്രിസ്ത്യാനിയാക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമോ കഴമ്പോ ഒന്നും ഉള്ളതൊന്നും അല്ല. അത് ആവശ്യമുള്ള ഒരു മതം അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരെ എടുത്ത് പോട്ടെന്ന് വെക്കണം. അതിന് എന്തിനാ ഈ പിടിച്ചു നിർത്താൻ പോകുന്നത്? ഇതല്ലേ പ്രശ്നം. അപ്പോൾ അതങ്ങ് പോയിക്കോട്ടെ. ഇപ്പോൾ ഇങ്ങനെ ഇവർക്കെതിരെ എഴുതി കൊടുത്തില്ലെങ്കിൽ ചെയ്ത പണിയാ പറഞ്ഞേ, കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു. അത് ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, ഈ കമലേശ്വരി പ്രധാൻ പറയുന്നത്, അതും അതിൻ്റെ സുഹൃത്തുക്കളും ഇപ്പോൾ വളരെ വലിയ ഭീഷണിയിലാണ്. കാരണം ഇവിടെ താമസിക്കണ്ടേ ഇവർക്ക് വേറെ മാർഗമില്ലല്ലോ. അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവരുടെ യാത്ര മുടക്കി തിരിച്ചു കൊണ്ടുവന്നു. അവർക്ക് ഇനി പോകാൻ മാർഗമില്ല. അപ്പോൾ ഇവിടെ കഴിയണം. ഈ കഴിയുന്നത് ഈ വിഷജന്തുക്കളുടെ ഇടയിലല്ലേ കഴിയേണ്ടത്? ഇതുപോലുള്ള ജ്യോതി ശർമ്മയ്ക്കൊക്കെ എതിരെ അല്ല, അവരുടെയൊക്കെ കൂട്ടത്തിൽ കഴിയണ്ടേ? ഇവർ പാവങ്ങളാണ്, അതുകൊണ്ട് അവരെ എന്തും ചെയ്യാം, ഉപദ്രവിക്കാം. അവിടെ ബലാത്സംഗം നടന്നാലോ കൂട്ടബലാത്സംഗം നടന്നാലോ ഒന്നും ഇവർക്ക് പരാതിപ്പെടാൻ പോലും മാർഗമില്ല. ആ രീതിയാണ്. ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നതാണോ ബജ്രംഗ് ദളിൻ്റെ നീതി? അങ്ങനെയാണോ അവർ നിയമം നടപ്പാക്കുന്നത്? അതൊന്ന് ആലോചിക്കണം. അത് ആലോചിക്കേണ്ടത് അവർ NDAയുടെ ഭാഗമാണല്ലോ. കാരണം ഇവരൊരു സംഘടനയാണ്, BJP പൊളിറ്റിക്കൽ സംഘടനയാണെന്ന് പറയും. ഈ സംഘടനയുള്ളവരാരും പിന്നെ BJP പിന്തുണയ്ക്കുന്നവരല്ലേ? ഇത് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ
ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് കേട്ടോ. കൂട്ടബലാത്സംഗത്തിൻ്റെ ഇരയാകും. അതോടുകൂടി കണ്ടപ്പം അതാണ് മറ്റൊരു ഭാഗത്ത് ഈ റായ്പൂർ, അത് ഛത്തീസ്ഗഡിലാണ്, ഇപ്പോൾ എയർപോർട്ടൊക്കെ റായ്പൂരിലാണ്. ആ റായ്പൂരിലൊരു സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുക പിള്ളേർക്ക്, തയ്യാറാക്കി വെച്ചേക്കുന്ന ഉച്ചഭക്ഷണം. അത് വന്ന് ഒരു നായ തിന്നു കേട്ടോ. ആ നായ വിഷബാധിച്ച നായയാണെന്ന് പറയപ്പെടുന്നു. അത് തിന്നു കഴിഞ്ഞ് അതുണ്ടല്ലോ, കുട്ടികൾ വിളിച്ചു പറഞ്ഞത് നായ കഴിച്ചെന്ന്. പക്ഷേ 84 കുട്ടികൾക്ക് അതൊന്നുമില്ല, അങ്ങനെ ഇതൊക്കെ കള്ളമെന്നൊക്കെ പറഞ്ഞ അവസാനം ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞു ഈ ആഹാരം കുട്ടികൾക്ക്. എന്നിട്ടും ഈ ആഹാരം തയ്യാറാക്കിയ ആളുകളുണ്ടല്ലോ, അത് കുട്ടികൾക്ക് വിളമ്പി കൊടുത്തു. പട്ടിണിയല്ലേ, അവർ തിന്നും കിട്ടിയ കുഞ്ഞുങ്ങളല്ലേ. അവർ 84 കുട്ടികൾ ഇത് കഴിച്ചു. കൊച്ചു കുട്ടികളാണ്. 84 കുട്ടികൾ കഴിച്ചതിൽ 78 കുട്ടികൾക്ക് രക്ഷാകർത്താക്കൾ കൊണ്ടുപോയിട്ട് അവസാനം ആൻറ്റി റാബിസ് വാക്സിൻ എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പട്ടി തിന്നതിൻ്റെ ബാക്കി ഭക്ഷണം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ഹീനമായ കുറ്റകൃത്യമാണ്. അത് പേവിഷം ബാധിക്കുമെന്നുള്ള ഉറപ്പൊന്നുള്ളതായിട്ടല്ല, പക്ഷേ ഭയമല്ലേ. ഇത് ഈ പട്ടി തിന്നതിൻ്റെ ബാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് കഷ്ടമാണ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് പാവങ്ങളും ചോദിക്കാൻ പറയാനും ആരുമില്ലാത്ത കുഞ്ഞുങ്ങളായതുകൊണ്ടല്ലേ. ഇതൊക്കെ വേണ്ടേ അവിടുത്തെ സർക്കാർ നോക്കാൻ? അവിടുത്തെ മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായത്. അതല്ലാതെ ഇവിടുന്ന് കന്യാസ്ത്രീകൾ 2 പേരെ ജോലിക്ക് വിളിച്ചുകൊണ്ട് പോയതല്ല പ്രശ്നമാക്കേണ്ടത്. നിങ്ങളുടെ സ്കൂളിൽ ആദ്യം കുഞ്ഞുങ്ങൾക്ക് പട്ടി തിന്നതിൻ്റെ ബാക്കി ഭക്ഷണം കൊടുത്തതിനെ കുറിച്ച് അന്വേഷണം നടത്തൂ, അതിനുവേണ്ടി നടപടിയെടുക്കൂ. അതിന് പകരം ഇതുപോലെ കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഇനി എന്തോ ഈ കന്യാസ്ത്രീകളുടെ പേര് കേസൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ജാമ്യം കിട്ടിയത് വലിയ ആഘോഷമായിട്ട് പറയുന്നുണ്ട്. എന്തോ ഈ ആഘോഷം? ഇവർക്കെതിരെയുള്ള അന്വേഷണം അവിടെ കിടക്കുകയാണ് ആ കേസിനകത്ത്. ആ കേസിൽ അന്വേഷണം, ഈ സാക്ഷികളൊക്കെ ഇപ്പോൾ ബജ്റംഗദളിൻ്റെ കയ്യിലാണ്, അവരുടെ കസ്റ്റഡിയിലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അവർ നിൽക്കുന്നത്. ഭയപ്പാടോടുകൂടിയാണ് ആ കുടുംബം ജീവിക്കുന്നത്. അവർക്കൊരു നിവൃത്തിയില്ല എന്നാണ് ഈ കമലേശ്വരി പ്രധാനും അതിൻ്റെ അമ്മയൊക്കെ പറയുന്നത്. ഒരു മാർഗ്ഗവുമില്ല, അവിടെ ജീവിക്കാനൊന്നും ഒക്കെ പറ്റത്തില്ല. ആ രീതിയാണ്. ഇവരോടെ പിണങ്ങി അവിടെ കഴിയാനും പറ്റത്തില്ല. കാരണം അവർ ഗുണ്ടായുസമൊന്നും അല്ല കേട്ടോ. അവർ പിന്നെ അടിക്കും ഇടിക്കും, പിന്നെ ഇതേപോലെ ബലാത്സംഗം ചെയ്യും, ഇതൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനെ ഗുണ്ടാസംഘങ്ങളായിട്ട് അധപ്പതിക്കുന്നതാണോ ബജ്റംഗദളെന്ന് അവരൊന്ന് ചിന്തിക്കേണ്ടതാണ്. അവിടുത്തെ മുഖ്യമന്ത്രി ഇതുപോലെ കന്യാസ്ത്രീകൾക്കെതിരെയൊക്കെ നടപടിയെടുക്കും, അനാവശ്യമായി അവരെ പിടിച്ച് ജയിലിലിടുമ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതൊരു യഥാർത്ഥത്തിൽ ഒരു തിരക്കഥയുടെ ഭാഗമല്ല, എഴുതി വെച്ച ഒരു കഥയുടെ. കാരണം ഇവരെ പിടിക്കുന്നു, അവസാനം അവർ സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ട, നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇടപെട്ടതായിട്ട് കാണിച്ചിട്ട് അവർക്ക് ജാമ്യം കിട്ടുന്നു. എന്ന് വെച്ചാൽ ജാമ്യം കിട്ടുന്നത് കോടതിയാണ് കൊടുത്തത്. അത് ഒപ്പോസ് ചെയ്തില്ലെന്നാണ് പറയുന്നത്, ബെയിൽ. ഇത് കാരണം അത് വെറുതെയാണ്. അന്വേഷണം പ്രാരംഭദശയിലാണ് ജാമ്യം കൊടുക്കരുതെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അതാണ് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ് ഒപ്പോസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ അത് അങ്ങനെ ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഈ ജാമ്യം കൊടുക്കത്തില്ല ഇങ്ങനെയുള്ളപ്പോൾ, ഒപ്പോസ് ചെയ്താൽ. പക്ഷേ ഇത് നോക്കിയപ്പോൾ എന്താണെന്നറിയോ? ഒന്നുമില്ല. അത് ആ കുട്ടികളുടെ മാതാപിതാക്കളുടെയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇവരെ ഞങ്ങൾ വിട്ടതാണെന്നും ഇവരെ കൊണ്ടുപോയി അറിയാൻ വയ്യാതെ കൊണ്ടുപോയതൊന്നും അല്ലെന്നും ഒക്കെ ഇട്ടു. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി അതുകൊണ്ട് ഒപ്പോസ് ചെയ്തില്ല കേട്ടോ. BJP വിചാരിച്ചുകൊണ്ട് ഇവരെ ഒപ്പോസ് ചെയ്തില്ല എന്ന് വെച്ചാൽ BJP സർക്കാർ പിടിച്ച് അകത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവരെ ഒപ്പോസ് ചെയ്യുന്നില്ല ജാമ്യത്തിന്. 9 ദിവസം കിടന്നത് കേട്ടോ. അത് ലോട്ടറിയാന്ന് വിചാരിച്ചാൽ മതി. അതാണ് നല്ലത്, അതാണ് കണക്കാക്കേണ്ടത് കേട്ടോ. അതിനി അതുകൊണ്ട് നമ്മുടെ പാമ്പ്ളാനി ബിഷപ്പൊക്കെ ഇല്ലേ, അതൊക്കെ അദ്ദേഹമൊക്കെ പറയുന്ന വാചകങ്ങൾ കേട്ടുകൊണ്ട് നടന്നാൽ മതി കേട്ടോ, നന്നാവും.